നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ മാത്രം എങ്ങനെ മറ്റൊരു മൊബൈൽ ഫോണിലോട്ട് ഷെയർ ചെയ്യാം? ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ, അതായത് പ്ലേ സ്റ്റോർ ഉപയോഗിച്ചിട്ടാണ് ഉള്ളി ആപ്ലിക്കേഷൻ മാത്രം എങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പുതിയ അപ്ഡേറ്റ് ആണ് ഇത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ മേളിലായിട്ട് പ്രൊഫൈലുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മേലെ നിന്ന് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഷെയർ ആപ്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് വേറൊരു മൊബൈൽ ഫോണിലോട്ട് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യൽ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെൻഡ് റിസീവ്. അപ്പോൾ നിങ്ങളിതിൽ സെൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണാം നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ വേറൊരു മൊബൈൽ ഫോണിൽ അയക്കുമ്പോൾ ആ ഒരു മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളടുത്ത് നിങ്ങളെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ചെയ്താൽ മതി. ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രീൻ കളർ എന്നുള്ളത് കാണാം. ഈ ഗ്രീൻ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മൊബൈൽ ഫോണിലോട്ടാണ് അയക്കണം ആ ഒരു മൊബൈൽ ഫോണിൽ ഞാൻ ഈ എടുത്തതുപോലെ നിങ്ങൾ എടുക്കണം. ആ മൊബൈൽ ഫോണിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം പ്രൊഫൈൽ എടുക്കുക, മാനേജ് ആൻഡ് ആപ്സ് ആൻഡ് ഡിവൈസ്. അതിൽ വന്നിട്ട് റിസീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കുക, ലൊക്കേഷൻ ഓണാക്കുക. അപ്പോൾ അതുപോലെ കറങ്ങാൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പോൾ വരും, നിങ്ങൾക്ക് കാണാം. കണ്ടോ, ആ ഒരു മൊബൈൽ ഫോണിൻ്റെ പേരാണ് കാണിക്കുന്നത്, റെഡ്മി 8 ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ OTP നമ്പർ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിച്ചാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കയറണ കാണാം, മേളിൽ പ്രോസസ്സിങ് നടക്കണ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലേ. അത് കയറിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഒരു ആപ്ലിക്കേഷൻ കയറ്റൽ ഇങ്ങനെയാണ് പ്ലേ സ്റ്റോർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. അപ്പോൾ ഓക്കെ.